വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതിയുടെ 11ാമത് ജോബ് ഫെസ്റ്റും വിജയം. അടൂർ IHRG എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന തൊഴിൽ ദാനമേളയിൽ 1500-ലധികം ഉദ്യോഗാർത്ഥികൾ നേരിട്ട് പങ്കെടുത്തു. ജോബ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 2 ആഴ്ച കൂടുമ്പോൾ ഓൺലൈൻ അഭിമുഖം നടത്താനും തീരുമാനം. റിപ്പോർട്ടോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. സംസ്ഥാനത്തിന് മാതൃകയാവുകയാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി. ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് പദ്ധതി മുഖേന തൊഴിൽ ലഭിച്ചു. ആലപ്പുഴയിൽ നടന്ന തൊഴിൽദാനമേളയിലൂടെ വിജ്ഞാന കേരള പദ്ധതി ആരംഭിക്കും. അവസാന വർഷ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതി പത്തനംതിട്ടയിൽ ഈ മാസം തന്നെ ആരംഭിക്കും. ഇത് നേരിട്ട് തൊഴിൽ അന്വേഷകർക്ക് ലഭ്യമാക്കുന്ന ഒരു തൊഴിൽ മേളയാണെങ്കിൽ അവർക്ക് യോഗ്യത ലഭിക്കുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ ഉറപ്പാക്കുന്ന നിലയിലുള്ള ഒരു പദ്ധതിക്ക് വിജ്ഞാന പത്തനംതിട്ട രൂപം നൽകിയിട്ടുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്ക്, അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവസാനത്തെ 3 മാസം ജോലി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സ്കിൽ കോഴ്സുകൾ സൗജന്യമായിട്ട് തന്നെ നടപ്പാക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 2ാം വാരം തന്നെ അതിൻ്റെ ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനം നടക്കുന്നുണ്ടാവും. ജോബ് ഫെസ്റ്റുകളുടെ തുടർച്ചയായി ജോബ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച ഓൺലൈൻ അഭിമുഖം നടത്താനും തീരുമാനമായി. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ തുടർച്ചയായി എല്ലാ ജോബ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഇന്റർവ്യൂ ഓൺലൈനായിട്ട് വിവിധ കമ്പനികളുടെ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന തൊഴിൽദാനമേളയിൽ 100-ലധികം കമ്പനികൾ പങ്കെടുത്തു. DWMS ആപ്പ് മുഖേന ഉദ്യോഗാർത്ഥികൾക്ക് തുടർന്നും രജിസ്ട്രേഷൻ നടത്താം. 2.5 ലക്ഷം തൊഴിൽ അവസരങ്ങളാണ് DWMS ആപ്പിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.